എന്ത് നല്ല മുടിയായിരുന്നു. നീ എന്താ ഒട്ടും ശ്രദ്ധിക്കാറില്ലേ? സത്യം. അഭിയും ഭാവയും വരുന്നുണ്ട്, കാണുന്നില്ലല്ലോ. അവര് വരുന്നുണ്ടാവും അമ്മേ. ഭാവനെ, ആ ഭാമയുടെ തീരുമാനം നല്ലത് തന്നെയമ്മേ. ഇല്ലെങ്കിൽ എന്നും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അന്നാ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതിയായിരുന്നു. അമ്പാലിക ആന്റി തന്നെയാ അവരുടെ ജീവിതം നശിപ്പിച്ചത്. ആ ദേ ഇതാടായത് അച്ഛമ്മയുടെ പൊണ്ണുമണിയാണോ ഇത്? ഓടടി ഇത് ഇതാടടായത്. ചേച്ചി കൺഗ്രാറ്റ്സ്. താങ്ക് യു. വാ. എന്തേ വരാൻ താമസിച്ചേ? നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് കുറെ നേരമായല്ലോ. റോഡ് ഫുള്ള് ബ്ലോക്ക് ആന്റി. ഓ, ചേച്ചിക്ക് സുഖമാണല്ലോ അല്ലേ? ആ സുഖം. ഭാവനേച്ചി അമ്മയാവാൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ചേച്ചി. അറിയാം അഭി, എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര വലിയ ത്യാഗം ചെയ്യാൻ തയ്യാറായത്. അതെ, അതിന്റെ ഇടയ്ക്ക് അമ്മ കയറി ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാ പ്രശ്നമായത്. ആന്റിക്ക് അത്രയുള്ള വിവരമേ ഉള്ളൂ അഭി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? വേറെ വീടെടുക്കാൻ തീരുമാനിച്ചോ? അതെ, ബ്രോക്കർമാരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റെന്റിന് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വീട് ഒഴിപ്പിച്ചാ പോരെ? ഏയ്, തൽക്കാലം ഒന്നും വേണ്ട മായച്ചി. എനിക്കും അരുന്ധതിക്കും വേണ്ട എന്താന്ന് വെച്ചാൽ തരട്ടെ, അല്ലാണ്ട് ഒന്നിനും ഞാനില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ കുറച്ച് മനസ്സമാധാനോ. അമ്മയുടെ ശത്രു ആകുന്നതിന് നല്ലതല്ലേ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നത്. അപ്പോ ഭരത്തും അരുന്ധതി എവിടെ പോവും? ഞാൻ അവരെ കൂടി കൂട്ടിയാലെന്ന് ആലോചിക്കുന്നുണ്ട് ചേച്ചി. അഭിയോട് പറഞ്ഞപ്പോ അഭിയും ഓക്കെയാ. പിന്നെ ഭരത്തിനോടൊന്ന് ചോദിക്കണം. അരുന്ധതി ഓക്കെയാ? ഭാരത് ഇന്നലെ ഇവിടെ വന്നേച്ച് ചെറിയൊരു സംസാരം നടത്തിയേച്ച് പോയി. അവൻ എത്ര പറഞ്ഞാലും കേൾക്കില്ലമ്മേ. എന്താ അവൻ സംസാരിച്ചേ? ആ പറയാം. എന്തായാലും നീ പറഞ്ഞ ഐഡിയ കൊള്ളാം അല്ലേ മോളെ? അതെ അമ്മ, അതാവുമ്പോ പരസ്പരം ശ്രദ്ധിക്കാനും ആളുണ്ടാവുമല്ലോ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ സെപ്പറേറ്റ് ആവുന്നതാണ് നല്ലത് ബാമേച്ചി. അതാവുമ്പോ വലിയ പരിക്കില്ലാതെ പോവും. കണ്ടോ, ഭാനു ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങി. ബാനു പറഞ്ഞാണ് മായച്ചി ശരി. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ബാമൻ, നീ ഒന്ന് ഭരത്തിനെ വിളിച്ചു നോക്ക. പറ്റുമെങ്കിൽ അരുന്ധതിയും കൂടി ഒന്ന് വരാൻ പറ. ശരി അമ്മേ. അല്ലെങ്കിലും അവനെ അങ്ങനെ അവന്റെ ഇഷ്ടത്തിനൊന്നും വിടാൻ പറ്റില്ലല്ലോ. നീ ഇപ്പൊ തന്നെ അവനെ ഒന്ന് വിളിക്ക, എവിടെ ഉള്ളതെന്ന് അറിയാലോ. ശരി ചേച്ചി. അഭി, ആ ഫോണിങ്ങെടുത്തേ. എന്താ മാമച്ചി? നീ എവിടെ? അരുന്ധതി പറഞ്ഞില്ലേ ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട് വന്നതാ. ഓ ആണോ? ഞാനും അഭിയും കൂടി നമ്മുടെ വീട് വരെ വന്നായിരുന്നു. എന്താടാ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഞാൻ ചേച്ചിയെ പിന്നെ വിളിക്കാം. നീ ഫോൺ വെക്കല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. നീ അവളെയും കൂട്ടി ഒന്ന് വീട്ടിലേക്ക് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വന്നാൽ ശരിയാവില്ല ചേച്ചി. എന്താടാ, ഇത് നിന്റെയും കൂടി വീടല്ലേ? ഇവിടെ ആരും നിന്നെ ഒന്നും പറയില്ല. അമ്മ തന്നെയല്ലേ എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? അമ്മയല്ലേ പറഞ്ഞേ, വേറെ ആരും നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ പിണങ്ങി പോകുന്ന. നീ ഒന്ന് വേഗം വാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കുവാണേ. നീ എവിടെ നിൽക്കുക? ഞാനിവിടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വന്ന അമ്മേ. നീ വേഗം അരുന്ധതിയും വിളിച്ചോണ്ട് വാ, കാര്യമുണ്ട്. എന്താടാ, വരത്തില്ലേ? ആ വരാമേ. ആ എന്നാ വേഗം വാ. ഇപ്പൊ നിന്റെ പരിഭവം മാറിയില്ലേ? ആ ഞങ്ങൾ വരാച്ചു. ശരി. അവരിപ്പോ വരും ചേച്ചി. ഇറങ്ങി പോവാൻ പറഞ്ഞ അമ്മ തന്നെ ഭരത്തിനെ തിരിച്ചു വിളിച്ചില്ലേ? നിങ്ങൾ വാ.
കുഞ്ഞിനെയും കൊണ്ടുവാ